കേസ് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. കേസ് നമ്മളങ്ങനെ ഡൽഹി ലാൻഡ് ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നോക്കാം. കേസ് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇപ്പൊ ഇവിടെ ബസ് കിടപ്പുണ്ട്. അതിനകത്ത് കയറി പോകേണ്ടി വരും. ഇതാ നമ്മുടെ ബസ്. നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫില്ലായതുകൊണ്ട് ഇവിടുന്ന് ഇതെടുത്തോണ്ട് പോവാം. അമ്മ ഇനി എയർപോർട്ടിലോട്ട് വണ്ടിക്കകത്താ പോകുന്നത്. നമ്മള് ഡൽഹിയില് ലാൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ എയർപോർട്ടിൽ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ബെൽറ്റ് നമ്പർ 5 ബാഗ് വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ബാഗ് തൂക്കേണ്ടതുണ്ട്. ഇവിടൊക്കെ ചോദിച്ചിട്ട് പോയി നോക്കാം. ഇതിലേക്കൂടെ കുറെ ബാഗ് പോകുന്നുണ്ട്. നമ്മുടെ ബാഗ് നമ്മൾ നോക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബാഗ് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതാ നമ്മുടെ ബാഗ്. ഇനി നമ്മളിത് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഇനി ബാഗിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ എടുക്കൂ. ഇത് നമ്മൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം നമുക്ക് ഇത്ര നേരത്തെ പോയിട്ടൊന്നും സാധിക്കാനില്ല. നമ്മുടെ ഫ്രണ്ട് വരാനുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മള് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെളിയിലോട്ട് ഇറങ്ങിയപ്പോ നല്ല തണുപ്പുണ്ട്. ആണ് വിചാരിക്കുന്ന കൂട്ടല്ല തണുപ്പ്. ഇതാണ് ഡൽഹിയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഔട്ട് സൈഡ്. നല്ല തണുപ്പുണ്ട് കേസിലെ. കേസപ്പം നമ്മള് കുറെ നേരം അവിടെ ഇരുന്ന്. അപ്പം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തായിട്ട് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. ഇവിടെ കുറെ ട്രോളിയൊക്കെ ആയിട്ട് വരുന്നത് കാണാം. അതാണ് ഡൽഹി എയർപോർട്ടിന്റെ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് പോകാനായിട്ട്. കേസ് അപ്പം നമ്മള് മെട്രോ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നല്ല ചൂടുണ്ട് കേസ്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കുറച്ച് ഹീറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കേസ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള സ്പോട്ട് നോക്കുകയാണ്. കേസ് ഇവിടെ എയറോപ്ലെയിൻ്റെ ലാൻഡിങ്ങും അതിലുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബോർഡൊക്കെ കാണാം ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ നമ്മളങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കാണുന്നില്ല. നോക്കാം. കേസ് നമ്മള് എക്സ്കവേറ്റർ ഇറങ്ങുവാണ്. ഇതിന്റെ താഴായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നതെന്നാ പറഞ്ഞത്. കേസ് അപ്പൊ നമ്മള് ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് പോകാൻ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ വന്നപ്പോ അവര് ദോലാഖ്പൂർ ആണ് ദോലാഖ്ഖണ്ടാണ് നമുക്ക് അടിച്ചു തന്നിരിക്കുന്നത്. ഒന്നുമില്ല, അത് കഴിയുന്നില്ല. ഇവിടെ നടക്കുന്നതിന്റെ സഹായത്തിനായിട്ട് പ്രത്യേകം സജ്ജീകരണം, ലിഫ്റ്റ് പോലൊരു സംഭവം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കേറുമ്പോ പുറയിലോട്ട് വലിക്കും. അതാണ് എന്റെ മെയിൻ സംഭവം. 2 കിലോമീറ്റർ ഉണ്ടോ ഇത്? അറിയില്ല. നമ്മളപ്പം മെട്രോ കയറിയിട്ട് ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ 2 മെട്രോ കയറേണ്ടി വന്നു കേസ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. റോഡിലൊക്കെ നല്ല ജാക്കറ്റും അതേപോലെയൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന കടയൊക്കെ കാണാം. താരിക്കാരൻ ബൈക്ക് ഉണ്ടല്ലോ.
കരിമ്പൻ ജ്യൂസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കട, സ്ട്രീറ്റ് ഫുഡ് ഷോപ്പ്. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞ കാര്യമില്ല, വല്ലാത്തൊരു സ്മെല്ലും ഭയങ്കര തിരക്കും. അങ്ങനൊരു സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ. പൊട്ടിസാറൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മളപ്പോ ആസാദ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ അപ്പം ഇനി നമ്മുടെ യാത്ര ട്രെയിനിലാണ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.